ഇനി പുറത്തറിയാത്ത മറ്റൊരു അല്ലെങ്കിൽ പുറത്ത് ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാത്ത മറ്റൊന്നു കൂടിയുണ്ട്. കുട്ടിയെ അമ്മയുടെ കസ്റ്റഡിയിൽ കൊടുക്കുന്ന അതേ സമയത്ത് അല്ലെങ്കിൽ ആ ദിവസം മറ്റൊരു വാർത്ത കൂടി കലാധരൻ അറിയുന്നുണ്ട്. അതായത് അച്ഛനെതിരായിട്ട് വന്നിട്ടുള്ള പോക്സോ പരാതിയിൽ കുറ്റപത്രം തയ്യാറായിട്ടുണ്ട് എന്ന്. നാളെ അച്ഛൻ വിചാരണ നേരിടേണ്ടി വരുമെന്ന് ഈ മകനറിയാം. ആ വിചാരണയെ ഭയന്നിട്ടാവാം ഒരുപക്ഷെ ഈ കൊലപാതകവും ആത്മഹത്യയും. ചില ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചു കളഞ്ഞൊരു ദാരുണ സംഭവമായിരുന്നു കണ്ണൂർ രാമന്തളി എന്ന സ്ഥലത്ത് നടന്ന കൊലപാതകവും ആത്മഹത്യയും. 2 വയസ്സും 6 വയസ്സും മാത്രം പ്രായമുള്ള 2 കുരുന്നു കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിൽ വിഷം നൽകി അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടതിനു ശേഷം ജന്മം നൽകിയ അച്ഛനും അച്ഛൻ്റെ അമ്മയും കൂടി ജീവനൊടുക്കി. കുടുംബ പ്രശ്നങ്ങളായിരുന്നു കാരണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം ഇരുവരെയും തമ്മിൽ വേർപിരിക്കുകയും തുടർന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കോടതിയിൽ കേസുമായി ഭാര്യ പോവുകയും കേസിനൊടുവിൽ ഭാര്യയ്ക്കൊപ്പം കുട്ടികളെ വിട്ടുകൊടുക്കുവാൻ കോടതി വിധിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇരു കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞിട്ട് അച്ഛനും അച്ഛൻ്റെ അമ്മയും കൂടി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വന്നത്. അതുകൂടാതെ 6 വയസ്സുള്ള പെൺകുട്ടിയെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അച്ഛൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളത് കാട്ടി മരണപ്പെട്ട കുട്ടിയുടെ അമ്മയായ നയൻതാര പോലീസിൽ ഒരു കേസ് നൽകിയിരുന്നു. അത് പോക്സോ വകുപ്പാണ്. ആ കേസിന്റെ കുറ്റപത്രം തയ്യാറാക്കപ്പെട്ടു കഴിഞ്ഞു. അതിന് പ്രകാരം കുട്ടിയുടെ വലിയച്ഛൻ പ്രതി ചേർക്കപ്പെടുകയും സംഗതി കൂടുതൽ വഷളാകുകയും ചെയ്യും എന്നുള്ള തിരിച്ചറിവിലാണ് കുഞ്ഞുങ്ങളെ കൊല്ലുകയും അച്ഛനും കുട്ടിയുടെ വലിയമ്മയും കൂടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു മറുവിഭാഗം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒട്ടനവധി ദുരൂഹതകൾ ഈ കേസിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. എന്തായാലും ഈ ഒരു ദാരുണ സംഭവത്തിന് ശേഷം കുട്ടികളുടെ അമ്മയായ നയൻതാരയ്ക്കെതിരായി സമൂഹ മാധ്യമങ്ങളിൽ കൂടി വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും ആക്ഷേപങ്ങളും സൈബർ ബുള്ളിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നയൻതാരയെ സംരക്ഷിക്കുവാനും ഒരു വിഭാഗം ആൾക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകിയ വാർത്തകളെയും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ട് എൻ്റെതായ ചില അഭിപ്രായങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പങ്കുവെക്കുകയായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ആ വീഡിയോയിൽ കൂടി അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്ത് സംഭവിച്ചിരിക്കുന്ന വീഴ്ചകളും തെറ്റുകളും ഒക്കെ പൊതുവായി ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ കുടുംബത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ സത്യമാണോ മിഥ്യയാണോ എന്നൊന്നും നമുക്കറിയില്ല. പ്രമുഖ വാർത്താ ചാനലുകളിൽ കൂടി പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നത്. അതിനാൽ തന്നെ കുട്ടികളെ കൊന്ന് മരണത്തിന്റെ വഴി തിരഞ്ഞെടുത്ത അച്ഛൻ്റെയും അമ്മയുടെയും തെറ്റായ തീരുമാനങ്ങളും അവരുടെ മാനസികാവസ്ഥയും വെളിപ്പെടുത്തുന്നതിനോടൊപ്പം വലിയമ്മയുടെയും അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെയും ഒക്കെ പൊതുവായി ചർച്ച ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ആ വീഡിയോയുടെ കീഴിൽ വന്നിട്ട് പല ആൾക്കാരും പല തരത്തിലുള്ള കമന്റുകൾ എഴുതിയിട്ടുണ്ട്. 2 ഭാഗത്തെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല കമന്റുകൾ അവിടെ വന്നിട്ടുണ്ട്. അന്ന് വീഡിയോ ചെയ്യുമ്പോൾ മരണപ്പെട്ട കുട്ടികളുടെ അമ്മയുടെ പേര് ഉഷ എന്നാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് സംസാരിച്ചപ്പോൾ വന്ന ഒരു പിഴവായിരുന്നു. ഉഷ എന്നുള്ളത് കുട്ടികളുടെ അച്ഛനായ കലാധരന്റെ അമ്മയാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ മുത്തശ്ശിയാണ്. മരണപ്പെട്ട ഈ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ പേര് നയൻതാര എന്നാണ്. ആ വീഡിയോയുടെ കീഴിൽ വന്നിട്ട് കാര്യങ്ങളൊന്നും അറിയാതെ നിങ്ങൾ ഇങ്ങനെ അച്ഛനെയും അമ്മയെയും ഒന്നും കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണങ്ങളോടുള്ള ബന്ധത്തിൽ വീണ്ടും പറയുകയാണ്, നമുക്ക് ഏറ്റവും അധികം വാർത്തകൾ ലഭിക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ കൂടിയാണ്. ഇത്തരം വാർത്താ ചാനലുകൾ സത്യമെന്ന രീതിയിൽ ഓരോ ദിവസവും പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് കാണുകയും അതിനോടുള്ള ബന്ധത്തിൽ പലപ്പോഴും നമ്മുടെ പ്രതികരണങ്ങൾ നമ്മൾ അറിയിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ദിവസങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങളും തെളിവുകളും പോലീസ് മൊഴികളും കോടതിയുടെ അഭിപ്രായങ്ങളും അങ്ങനെ പലതും പുറത്തു വരും. അതിനോടുള്ള ബന്ധത്തിൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ മരണപ്പെട്ട കലാധരന്റെയും അമ്മയുടെയും അച്ഛൻ്റെയും ജീവിതം അത് വഴിപിഴച്ചതായിരുന്നുവെന്നും മരുമകളോടുള്ള ക്രൂരമായ ഗാർഹിക പീഡനമായിരുന്നു കാലങ്ങളായി ആ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത് എന്നും ഒടുവിൽ അവിടെ നിൽക്കുവാൻ കഴിയാതെ ആ പെൺകുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുമൊക്കെയുള്ള രീതിയിൽ പലതരം അഭിപ്രായങ്ങളുമായി പലരും സോഷ്യൽ മീഡിയയിൽ എത്തുകയാണ്. സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു ഫെമിനിസ്റ്റും ആക്ടിവിസ്റ്റുമായ സുൽഫത്ത് സുലു എന്ന ഒരു വ്യക്തി മരണപ്പെട്ട കലാധരനെയും അമ്മയെയും കൂടാതെ കലാധരന്റെ വൃദ്ധനായ അച്ഛനെയും വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അവർ മാത്രമാണ് കുറ്റവാളികൾ, അവരുടെ കുറ്റം മറച്ചു വെക്കുവാൻ വേണ്ടിയായിരുന്നു ഈ ക്രൂരത അവിടെ അരങ്ങേറിയത്, ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനും സത്യം ജനം അറിയണം എന്നുമൊക്കെ പറഞ്ഞ് ഒരു വീഡിയോയുമായി വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ഒന്ന് പോകാം. പയ്യന്നൂർ രാമന്തളിയിൽ ഒരച്ഛൻ തൻ്റെ പിഞ്ചു മക്കളെ വിഷം കൊടുത്ത് കൊന്ന് തൻ്റെ അമ്മയെയും കൂട്ടി ആത്മഹത്യ ചെയ്തു. സാധാരണ മക്കളുമായി അമ്മമാർ ആത്മഹത്യ ചെയ്ത വാർത്തകൾ
കേരളത്തിൽ നിന്ന് ധാരാളം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരച്ഛൻ തൻ്റെ മക്കളെ മാത്രമല്ല അമ്മയെയും കൂട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. മക്കളെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. എന്തായിരിക്കാം കാരണം? സോഷ്യൽ മീഡിയ, അതുപോലെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒക്കെ ആദ്യത്തെ ദിവസം തന്നെ ഉത്തരം കണ്ടെത്തി. അയാളുടെ ഭാര്യയുടെയും അമ്മയുടെയും നിരന്തര പീഡനം സഹിക്കാൻ കഴിയാതെ അയാൾ ആത്മഹത്യ ചെയ്തു. മക്കളെ തനിക്ക് കിട്ടാതെ തൻ്റെ ഭാര്യയോടൊപ്പം, അതായത് കുഞ്ഞുങ്ങളുടെ പ്രായപൂർത്തിയെത്താത്ത കുഞ്ഞുങ്ങളെ അവളുടെ അമ്മയ്ക്കൊപ്പം വിട്ടുകൊടുത്തുകൊണ്ടുള്ള കോടതി ഉത്തരവ് മക്കളെ സ്നേഹിക്കുന്ന ആ അച്ഛന് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അയാൾ മക്കളെ കൊലപ്പെടുത്തി. യാതൊരു സംശയവുമില്ല, ആളുകളുടെ വേദന വിറ്റ് കാശാക്കാൻ കാത്തിരിക്കുന്ന യൂട്യൂബർമാർക്കും അത് മനസ്സിലാക്കാം. മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും പോലീസിനോടോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ നിയമപരമായ അന്വേഷണമോ നടത്താതെ ഈ മരിച്ചവരുടെ ബന്ധുക്കളും നാട്ടുകാരുമായി അവരുടെ ചുറ്റുപ്രദേശത്തുള്ളവരിൽ നിന്ന് അഭിപ്രായം ശേഖരിച്ചുകൊണ്ട് വിധി എഴുതി കഴിഞ്ഞു. അവളുടെ അമ്മയുടെയും അവളുടെയും നിരന്തര പീഡനം കാരണമാണ് അയാൾ ആത്മഹത്യ ചെയ്തത് എന്ന്. ഈ പറയുന്നവരോട് ചോദിക്കാനുള്ളത്, നിരന്തരമായി പീഡനം നടത്താൻ ഈ പെൺകുട്ടി മാസങ്ങളായി അവളുടെ സ്വന്തം വീട്ടിലാണ്. മറ്റൊന്ന്, അവൾ കൊടുത്ത വ്യാജ പോക്സോ പരാതി. വ്യാജ പോക്സോ പരാതിയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. വളരെ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. സ്ത്രീകൾ കോടതിയിൽ തങ്ങളുടെ ഗാർഹിക പീഡന പരാതികളിൽ അല്ലെങ്കിൽ വിവാഹമോചന കേസുകളിൽ അച്ഛനെതിരെ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് പുരുഷന്മാർക്കെതിരെ പോക്സോ കൊടുക്കുന്നത് സാധാരണമാണ്. എത്ര നിരുത്തരവാദപരമായ ഒരു വിധിയെഴുത്താണിത്. കുടുംബങ്ങളിൽ പോക്സോ നടക്കുന്നുണ്ട് എന്നുള്ളത്, കുടുംബങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബലാത്സംഗങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് എന്ന് പലതരം കണക്കുകൾ വന്നിട്ടുള്ള ഒരു കാലമാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ സംഭവത്തിൽ അവൾ കുടുംബ കോടതിയിൽ തൻ്റെ ഭാഗം ജയിക്കാൻ വേണ്ടി പോക്സോ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. ഭർത്താവിനും ഭർത്തൃമാതാവിനും പിതാവിനുമൊക്കെ എതിരെ അവൾ ഗാർഹിക പീഡന പരാതി കൊടുത്തിരുന്നു. അതിൽ അന്വേഷണം നടക്കുകയും ഇവരൊക്കെ ജാമ്യത്തിലാവുകയും ഏകദേശം ഇവർ കുറ്റക്കാരാണ് എന്ന് തെളിയുന്ന തരത്തിലുള്ള പരാതിയാണ് അവൾ സമർപ്പിച്ചത് എന്നുള്ളതുകൊണ്ട് തങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി വളരെ ആസൂത്രിതമായി, അന്നവൾക്ക് ഈ മരിച്ചുപോയ മകൾ മാത്രമേ ഉള്ളൂ, ആ മകളുടെയും അമ്മയെയും വീട്ടുകാരെ പോലും അറിയിക്കാതെ ഏതോ ഒരു ഉത്സവ സ്ഥലത്ത് വെച്ച് കണ്ട് പരസ്പരം സംസാരിച്ച് പരസ്പരം ധാരണയായി അവനോടൊപ്പം അവൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ സ്വന്തം വീട്ടിൽ വലിയ രാജകീയമായി ജീവിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടൊന്നുമല്ല, അത്രയും സഹിക്കാൻ കഴിയാത്ത ഗാർഹിക പീഡനം. അവളുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം അവളെ കണ്ടിരുന്നു, ഈ ഭർത്താവിൻ്റെ അമ്മയുടെ ഭർത്തൃപിതാവിൻ്റെ ഒക്കെ മാനസിക പീഡനം മാത്രമല്ല ശാരീരിക പീഡനം പോലും അടി നിരന്തരമായി കൊണ്ടുകൊണ്ടാണ് അവൾ ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ആ വീട്ടിലെ ഈ പാചകക്കാരൻ എന്ന് പറയുന്ന ആളുടെ പാചകം കഴിഞ്ഞു വരുന്ന പാത്രങ്ങൾ കഴുകുക, ആ വീട്ടിലെ മറ്റു പണികളെടുക്കുക, ഒരു വേലക്കാരിയുടെ റോൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവളത് ചെയ്യാൻ തയ്യാറായി. പക്ഷേ ഈ മർദ്ദനം സഹിക്കാൻ കഴിയാതെയാണ് അവൾ പരാതി കൊടുക്കുന്നത്. ആ പരാതി പിൻവലിക്കുകയും അവരൊന്നിച്ച് ജീവിക്കുകയും ആ ജീവിതത്തിനിടയിലാണ് രണ്ടാമത്തെ മകനുണ്ടാകുന്നത്. അപ്പോൾ ഗാർഹിക പീഡന പരാതി ഇന്ന് നിലവിലില്ല എന്നിട്ടാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഗാർഹിക പീഡന പരാതി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് പോക്സോ പരാതി കൊടുത്തു. ഈ വ്യക്തി ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം, വിവാഹം കഴിച്ച ആ വീട്ടിൽ ചെന്ന് കയറിയതിനു ശേഷം ഒരു സ്വസ്ഥതയുമില്ലാത്തൊരു ജീവിതമായിരുന്നു നയൻതാര എന്ന സ്ത്രീക്ക് ആ വീട്ടിലുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ പിതാവിൻ്റെയും ഭർത്താവിൻ്റെ മാതാവിൻ്റെയും ഒക്കെ ക്രൂരമായ ഗാർഹിക പീഡനം
അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. പലപ്പോഴും ആ പെൺകുട്ടിയെ ഈ മൂന്നാൾക്കാരും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ വെറും ഒരു അടിമപ്പണിക്കാരി മാത്രമായിരുന്നു നയൻതാര എന്നാണ് ഇവർ സ്ഥാപിക്കുന്നത്. അത് ചൂണ്ടിക്കാട്ടി അവർ പോലീസിൽ പരാതി കൊടുത്തു. പക്ഷേ ആ പരാതി പിൻവലിപ്പിച്ചു. ഏതോ ഉത്സവപ്പറമ്പിൽ വെച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി വീണ്ടും നയൻതാരയെ ആ വീട്ടിലേക്ക് അവർ മടക്കി കൊണ്ടുവന്നു. തുടർന്ന് വീണ്ടും പ്രശ്നങ്ങൾ ആ വീട്ടിൽ ആരംഭിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കെട്ടിച്ചമച്ച കഥകൾ മാത്രമാണെന്ന് അയൽവാസികളായ ഓരോ ആൾക്കാരും ഉറപ്പിച്ചു പറയുന്നുണ്ട്. വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ചു പോകുന്നൊരു കുടുംബമായിരുന്നു ഇതെന്നാണ് അയൽവാസികളുടെ ആരോപണം. അങ്ങനെയാണെങ്കിൽ നിജസ്ഥിതി എന്താണ് എന്ന് പോലീസാണ് വെളിപ്പെടുത്തേണ്ടത്. ഈ പറയുന്നൊരു ഗാർഹിക പീഡനത്തിന് നയൻതാര എന്ന സ്ത്രീ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനമായും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി പരാതിപ്പെട്ടു, അതിനുശേഷം ആ പരാതി പിൻവലിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ പോലും പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ റെക്കോർഡ് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. അത് പുറത്തുവിടേണ്ടത് പോലീസാണ്. എന്താണ് അതിലെ വസ്തുത? വ്യാജ പരാതി കൊടുത്തു, പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തള്ളിക്കളഞ്ഞ പരാതി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അവൾ കൊടുത്ത പരാതിയിൽ പയ്യന്നൂർ പോലീസ് വേണ്ട രീതിയിൽ ഇടപെടാതിരുന്നപ്പോൾ കേസന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് കുട്ടിയുടെ മൊഴിയുണ്ട്. മാത്രമല്ല, അവൾ പരാതി കൊടുക്കുന്ന ഒരാൾ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഇതാ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അച്ഛൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പോലീസും, എന്താ ഇത് വെള്ളരിക്കാപ്പട്ടണോ, ഒരു പോലീസും അത് കേട്ടാലുടനെ പോക്സോ പരാതിയൊന്നും രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ കേസെടുക്കുകയോ ചെയ്യാറില്ല. അവളോടൊപ്പം അവരുടെ മാതാവും പിതാവും ഒക്കെ ഒന്നിച്ച്, ഈ കുട്ടി സ്ഥിരമായി ഭർത്തൃപിതാവിനോടൊപ്പമാണ് ഉറങ്ങുന്നത്. ആരൊക്കെയോ വലിയ രീതിയിൽ അതായത് ഇവരെ വിശുദ്ധരാക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചു. മാറത്ത് കിടത്തി ഉറക്കിയ പിതാവിനെതിരെ, മാറത്ത് കിടത്തി ഇറക്കിയ അപ്പൂപ്പനെതിരെ ഇവൾ വ്യാജ പരാതി കൊടുത്തു എന്ന്. അതിൻ്റെ ഇവളുടെ അവിടുത്തെ അവസ്ഥയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അവളുടെ ഭർത്താവിൻ്റെ അമ്മ അനിയൻ്റെ ഭാര്യയുടെ കുട്ടിയെ നോക്കുന്നതിനായി ഗൾഫിൽ പോയ സമയത്താണ് ഇവളുടെ സ്വന്തം കുഞ്ഞ് എന്ന രീതിയിൽ ഒന്ന് കുളിപ്പിക്കാനോ അല്ലെങ്കിൽ അടുത്തിടപഴകാനോ പറ്റിയത് എന്നാണ് പറയുന്നത്. അത്രമാത്രം നമുക്കറിയാം, ഇന്ന് പല കുടുംബങ്ങളിലും അത് സംഭവിക്കാറുണ്ട്. മക്കളെ മുത്തശ്ശനും മുത്തശ്ശിയും അല്ലെങ്കിൽ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ വളരെ സേഫായിട്ട് എന്ന രീതിയിൽ വളർത്തുകയും അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ ഇന്ന് ധാരാളമായിട്ടുണ്ട്. ഈ കുട്ടിയും ഇവളുടെ അച്ചമ്മയാണ് കുളിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. പക്ഷെ അവർ പോയിക്കഴിഞ്ഞ് കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്ത് അവൾക്ക് ബോധ്യപ്പെട്ടു ഈ കുട്ടിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്, ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു. കുട്ടിക്ക് പലതരത്തിലുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങൾ. അവളത് ഈ പറയുന്ന ഭർത്താവിനെ, കലാധരനെ അത് മനസ്സിലാക്കിച്ചിരുന്നു. പക്ഷെ അതിലൊന്നും അവളുടെ വാക്കുകൾ വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല. അവൾ ഡോക്ടറെ സമീപിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവളുടെ പ്രൈവറ്റ് ഭാഗങ്ങളിൽ മുറിവുണ്ടാകുന്നത് അല്ലെങ്കിൽ കുട്ടിക്ക് അസ്വസ്ഥതകൾ കാണിക്കുന്നത്? ഇപ്പോൾ ഡോക്ടറുടെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ, പയ്യന്നൂരിലെ പ്രൈവറ്റ് ആശുപത്രിയിൽ കാണിക്കുമ്പോൾ ഡോക്ടർക്ക് ഈ കാര്യത്തിൽ ഞാനല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയാണ്. ഗവൺമെൻറ് ആശുപത്രിയിലുള്ള ഡോക്ടർമാരാണിത് പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് അവിടെ എത്തി ഇവളുടെ അമ്മയെയും സഹോദരനെയും വിളിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ആ സമയത്തൊന്നും അവൾക്ക് സ്വന്തം വീടുമായിട്ട് വലിയ ബന്ധമില്ല, അവൾ ഭർത്തൃ വീട്ടിൽ തന്നെയാണ്. അതിനെ തുടർന്നാണ് പോക്സോ കേസ് വരുന്നതും അവൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതും. ഇപ്പോൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് ആ പോക്സോ കേസൊന്നും നിലവിലില്ല എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടിയെയും കൂട്ടി കുടുംബക്കോടതിയുടെ വിധി വരുന്നത് ഈ കുട്ടിയെ, ഈ മക്കളെ ഒരിക്കലും ഇനിയും കലാധരൻ്റെ വീട്ടിലേക്ക് അയക്കരുത് എന്ന്. കുടുംബക്കോടതി വെറുതെ അങ്ങ് പറയല്ല, കുടുംബക്കോടതി രണ്ടുപേരെയും ഇരുത്തി സംസാരിച്ച് എടുക്കുന്ന തീരുമാനമാണ്. ആദ്യം എടുത്ത തീരുമാനം ആഴ്ചയിൽ 2 ദിവസം കുട്ടിയെ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക്
കൊണ്ടുപോകാം, 2 കുട്ടികളുടെയും കൊണ്ടുപോകാം. പക്ഷേ ഒരു നിബന്ധനയുണ്ടായിരുന്നു. ആ സമയത്ത് ഇവളുടെ ഭർത്താവിൻ്റെ അച്ഛൻ, അതായത് ഇപ്പോൾ പോക്സോ കേസിൽ കുറ്റാരോപിതനായ അയാൾ ആ വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്ന്. അത് കോടതി ഉത്തരവാണ്. അതുകൊണ്ടാണ് വാടക വീട്ടിലേക്ക് പോയത്. അത് നിരന്തരമായി ലംഘിക്കപ്പെടുന്നുണ്ടായിരുന്നു എന്നതൊരു വാസ്തവം. കോടതിയിൽ നിന്ന് കുട്ടിയെ അച്ഛൻ്റെ വീട്ടിലേക്ക് വിടരുത് എന്ന ഉത്തരവ് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉത്തരവ് വാങ്ങുന്ന സമയത്ത്, അവർ രണ്ടാളും, കുട്ടികളുടെ അച്ഛനും അമ്മയും കോടതിയിലുണ്ട്. ആ ഉത്തരവ് കലാധരൻ കൈപ്പറ്റുമ്പോൾ അയാൾക്ക് ബോധ്യമുണ്ട് ഇനി മക്കളെ ഈ രീതിയിൽ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത്. നയൻതാര തന്നെ സമ്മതിക്കുന്നുണ്ട് കുട്ടികൾക്ക് തന്നെക്കാൾ ഇഷ്ടം അച്ഛനോടായിരുന്നുവെന്ന്. സാധാരണ എല്ലാ കുഞ്ഞുമക്കൾക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയോടായിരിക്കാം, ചിലപ്പോൾ അച്ഛനോടായിരിക്കാം. അതുപോലെ അച്ഛൻ്റെ സ്നേഹം വളരെ വളരെ സ്നേഹപൂർവമായ അതൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇവിടെ കോടതിക്ക് അങ്ങനെ വിധിക്കേണ്ടി വരുന്നതിന് ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ഇനി പുറത്തറിയാത്ത മറ്റൊരു, അല്ലെങ്കിൽ പുറത്ത് ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാത്ത മറ്റൊന്നു കൂടിയുണ്ട്. കുട്ടിയെ അമ്മയുടെ കസ്റ്റഡിയിൽ കൊടുക്കുന്ന അതേ സമയത്ത്, അല്ലെങ്കിൽ ആ ദിവസം മറ്റൊരു വാർത്ത കൂടി കലാധരൻ അറിയുന്നുണ്ട്. അതായത് അച്ഛനെതിരായിട്ട് വന്നിട്ടുള്ള പോക്സോ പരാതിയിൽ കുറ്റപത്രം തയ്യാറായിട്ടുണ്ട് എന്ന്. വ്യാജ പരാതിയിൽ കുറ്റപത്രം തയ്യാറാവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് പോക്സോയിൽ. അതുമാത്രമല്ല, ഈ നയൻതാര ഒറ്റയ്ക്കാണ് പോരാടുന്നത്. നിയമയുദ്ധം, അവൾ നിയമത്തിൻ്റെ വഴിക്കേ പോയിട്ടുള്ളൂ. അവൾ നിയമയുദ്ധം നടന്നത് ഒറ്റയ്ക്കാണ്. അവൾക്ക് പിന്തുണാ സംവിധാനങ്ങളൊന്നുമില്ല. എന്നിട്ടും ആ കേസിൽ ഈ രീതിയിൽ കുറ്റപത്രം തയ്യാറായിട്ടുണ്ടെങ്കിൽ നാളെ അച്ഛൻ വിചാരണ നേരിടേണ്ടി വരുമെന്ന് ഈ മകനറിയാം. ആ വിചാരണയെ ഭയന്നിട്ടാവാം ഒരുപക്ഷെ ഈ കൊലപാതകവും ആത്മഹത്യയും. ഒരു പക്ഷേ എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം മരിച്ചുപോയവർ സത്യം പറയാൻ തിരിച്ചു വരില്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. മരണപ്പെട്ടുപോയ 6 വയസ്സായ ആ കൊച്ചു കുട്ടിയെ കലാധരൻ എന്ന വ്യക്തിയുടെ പിതാവ്, അല്ലെങ്കിൽ കുട്ടിയുടെ മുത്തശ്ശൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള വളരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം പുറത്തു വന്നിരിക്കുന്നു. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രമുഖ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന വാർത്ത, കുട്ടികളെ വിട്ടുകിട്ടുവാൻ വേണ്ടി നയൻതാര കലാധരന്റെ അച്ഛനെതിരായി വ്യാജ പോക്സോ കേസ് നൽകിയതാണ്. കേസിന് കുറച്ചുകൂടി ബലമുണ്ടാകുവാൻ വേണ്ടിയും അങ്ങനെ തന്റെ ഭാഗം വിജയിക്കുകയും തന്റെ കുട്ടികളെ തനിക്ക് വീണ്ടെടുക്കാൻ കഴിയുകയും ചെയ്യേണ്ടതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു തന്ത്രമായിരുന്നു അതെന്നാണ്. എന്നാൽ ഈ സ്ത്രീ അവരുടെ വീഡിയോയിൽ ഊന്നി പറയുകയാണ് അത് വാസ്തവമായൊരു കേസായിരുന്നു, ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്ന്. കേസ് നൽകിയത് നയൻതാരയല്ല, കുട്ടിയെ പരിശോധിച്ച ഗവൺമെന്റ് ഡോക്ടർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. വൈദ്യപരിശോധനയിൽ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് പോലീസിന് ഇന്റിമേഷൻ ലഭിക്കുകയും ഇത് കേസായി മാറുകയും ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോഴിതാ ഈ കേസിൽ കുറ്റപത്രം തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ കലാധരന്റെ അച്ഛനെ പോക്സോ വകുപ്പ് പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായാൽ അത് കലാധരനെയും തൻ്റെ അമ്മയെയും സംബന്ധിച്ച് താങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് അവർ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുകയും മരണമെന്ന വഴി സ്വമേധയാ തിരഞ്ഞെടുത്തു എന്നുമാണ് ഇവരിവിടെ പറഞ്ഞു വെക്കുന്നത്. ഡോക്ടർ നൽകിയ വൈദ്യപരിശോധനാ റിപ്പോർട്ടിൻ പ്രകാരം കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട്. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുണ്ടായിട്ടുണ്ട്. എന്നാൽ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് കലാധരന്റെ അച്ഛൻ വൃദ്ധനായ ആ മനുഷ്യനാണോ എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. കലാധരന്റെ അമ്മ വിദേശത്തേക്ക് പോയ സമയത്ത് ലഭിച്ച അവസരം മുതലാക്കിയാണ് ഈ പീഡനം അദ്ദേഹം നടത്തിയത്. മാത്രവുമല്ല, അച്ഛന്റെയും അമ്മയുടെയും കൂടെയാണ് കുട്ടികൾ കിടന്നുറങ്ങാറുള്ളത്, മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ. അപ്പോൾ പിന്നെ സംശയത്തിന്റെ മുൾമുന അധികം നീണ്ടു ചെല്ലാൻ സാധ്യതയുള്ളതും ഇദ്ദേഹത്തിന്റെ നേരെ തന്നെയാണ്. അതുകൊണ്ട് മുത്തശ്ശനെതിരെയാണ് പോക്സോ കേസ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ മറ്റൊരു ചോദ്യം, മരണശേഷം കുട്ടിയുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മുറിവിനെ കുറിച്ചോ ഇങ്ങനെ ഒരു ലൈംഗിക പീഡനം നടന്നതിനെ കുറിച്ചോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തെങ്കിലും വെളിപ്പെടുത്തലുണ്ടോ എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുഞ്ഞ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതായി ഒരു വെളിപ്പെടുത്തലും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിലും പ്രശ്നമാണ്. ലൈംഗിക പീഡനം നടന്നിട്ടില്ലെങ്കിലും ലൈംഗികമായി കുഞ്ഞുകുട്ടിയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നുള്ള കാരണം പറഞ്ഞു വേണമെങ്കിലും പോക്സോ വകുപ്പ് ചുമത്താൻ സാധ്യതയുണ്ട്.
ഇവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ലൈംഗിക പീഡനത്തിന് വേണ്ടി ശ്രമിച്ചതിന്റെ മുറിപ്പാടുകൾ കണ്ടു എന്നാണ്. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാകണ്ടേ? ചെറിയ മുറിവുകളാണെങ്കിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും പഴക്കമുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുവാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. കുറച്ചുകൂടി ആഴമുള്ള മുറിവാണെങ്കിൽ കുറഞ്ഞത് 1.5 വർഷം വരെയെങ്കിലും അതിന്റെ തെളിവുകൾ അവിടെ അവശേഷിക്കും. ഇത് ഏകദേശം എൻ്റെ ഒരു അറിവാണ്. ഇതിനകത്ത് ഒരുപക്ഷെ അപാകത ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കൃത്യതയുള്ള കാര്യമല്ല. എന്നാൽ മരണപ്പെട്ട പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെയുള്ള യാതൊരു വെളിപ്പെടുത്തലുകളും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഈ പെൺകുട്ടി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കേസ് തെളിയിച്ചെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യവുമാണ്. ഇതിനെല്ലാം ഉപരിയായി മറ്റൊരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ പറയുന്നത് വേറൊരു കാര്യമാണ്. ഈ കുട്ടി നയൻതാര എന്ന തന്റെ അമ്മയ്ക്കൊപ്പമായിരുന്ന സമയത്ത് മറ്റാരിൽ നിന്നെങ്കിലും ഇത്തരത്തിലുള്ളൊരു പീഡന ശ്രമം നടന്നിട്ടുണ്ടാവാം. അതാരാണ് എന്നറിയായികയാൽ സംശയം സ്വാഭാവികമായും അമ്മായി അച്ഛനിലേക്ക് എത്തിയതാകുവാനും സാധ്യതയുണ്ടെന്നാണ്. അടിമുടി ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ. എന്തായാലും ഇവരിപ്പോൾ ആരോപിക്കുന്ന വസ്തുതകളിൻ പ്രകാരം കലാധരന്റെ അച്ഛൻ പോക്സോ കേസിൽ അകത്തു പോകും, അയാൾക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള ആ തിരിച്ചറിവിലാണ് കലാധരൻ തന്റെ കുഞ്ഞുങ്ങളെ കൊല്ലുകയും ആത്മഹത്യക്ക് തയ്യാറാവുകയും ചെയ്തത്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു സംശയമുണ്ട്. അമ്മയും മകനും കൊച്ചുമക്കളും കൂടി മരണത്തിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് അച്ഛനെ മാത്രം അവർ ഒഴിവാക്കി? ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം പ്രായമായ ഭർത്താവുള്ളപ്പോൾ അവർ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് പലവട്ടം ചിന്തിക്കും, എൻ്റെ ഭർത്താവിന് ഞാൻ പോയാൽ പിന്നെ ആരുമില്ലല്ലോ, അദ്ദേഹത്തിന് വയസ്സായി, അദ്ദേഹത്തിന്റെ അവസ്ഥ വലിയ പ്രശ്നമായി തീരും. അതുകൊണ്ട് തന്നെ ആ ഭർത്താവിനെ ഒറ്റയ്ക്കാക്കിയിട്ട് മകന്റെ കൂടെ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നു എന്ന് പറയുന്നതിൽ എവിടെയോ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതുപോലെ തോന്നുന്നില്ലേ? ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുന്നതിനെക്കുറിച്ച് അച്ഛനോട് ഒരു സൂചന പോലും അവർ നൽകിയിട്ടില്ല. മരിക്കുന്നതിന് മുൻപ് തീർച്ചയായിട്ടും ആ വീട്ടിൽ അമ്മയും മകനും തമ്മിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ചയിൽ എന്തുകൊണ്ടാണ് അച്ഛനെ കൂടി തങ്ങൾക്കൊപ്പം കൂട്ടുക എന്നുള്ളൊരു തീരുമാനം അവർ കൈക്കൊള്ളാതിരുന്നത്? അച്ഛനാണ് ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെയും കൊന്ന് അയാളും അമ്മയും മരിക്കുക എന്നുള്ളതിനേക്കാൾ എത്രയോ ഭേദപ്പെട്ടൊരു ചിന്താഗതിയാണ് കുറ്റക്കാരനായ അച്ഛനെ ഇല്ലാതെയാക്കുക എന്നുള്ളത്. സ്വാഭാവികമായും അതാണ് സംഭവിക്കേണ്ടത്. തന്റെ കുരുന്നു കുഞ്ഞിനോട് ഇത്രയും വലിയൊരു ക്രൂരത കാട്ടിയ ഒരു മുത്തശ്ശനോടും അയാളുടെ മക്കൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. സ്വന്തം അച്ഛൻ കൊച്ചുമകളെ പീഡിപ്പിച്ചു എന്ന് തിരിച്ചറിഞ്ഞാൽ ആ നിമിഷം തന്നെ അയാളുടെ നിയന്ത്രണം നഷ്ടപ്പെടും. കുറഞ്ഞ പക്ഷം അച്ഛനെ കൊന്നുകളയാൻ തയ്യാറാവുകയോ അല്ലെങ്കിൽ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ തയ്യാറാവുകയോ ചെയ്തില്ലെങ്കിലും ആ വീട്ടിൽ നിന്നും അച്ഛനൊത്തുള്ള ജീവിതം അവസാനിപ്പിച്ച് എന്നേക്കുമായി ആ കുഞ്ഞുങ്ങളുമായി ഇറങ്ങിപ്പോകാനെങ്കിലും അയാൾ തയ്യാറാവും. എന്നാൽ ഈ കൃത്യങ്ങൾ ഒന്നും ചെയ്യാതെ, അച്ഛനെ വകവരുത്തുകയോ വീട് വിട്ടുപോകുകയോ ചെയ്യാതെ നിരപരാധികളായ കുഞ്ഞുങ്ങളെയും കൊന്ന് അമ്മയ്ക്കൊപ്പം ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ ഇവർ ഈ പറയുന്ന കാര്യങ്ങളുമായി ഒന്നും അങ്ങോട്ട് സിങ്ക് ആകുന്നില്ല. തന്നെയുമല്ല, മകന്റെ കുഞ്ഞിനെ പീഡിപ്പിച്ച ഭർത്താവിനോട് പൊറുക്കുന്ന ഭാര്യയും സാധാരണഗതിയിൽ എവിടെയും കാണില്ല. അന്ന് അയാളെ ഉപേക്ഷിച്ചിട്ട് അവർ വീട് വിട്ടു പോകുവാൻ തയ്യാറാവും. പക്ഷേ ഇതൊന്നുമല്ല ഇവിടെ നടന്നത്. പോകുന്നതിന് മുൻപ് ആത്മഹത്യാക്കുറിപ്പ് അവർ എഴുതി വെച്ചിരുന്നു. അത് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ പോലും പിതാവിനെതിരായി ഒരു സൂചന പോലും ഇല്ല എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അങ്ങനെ വിധിയുണ്ടായിട്ടും കുട്ടിയെ കൂട്ടിപ്പോകുന്നു, 2 ദിവസം താമസിപ്പിക്കുന്നു, തിങ്കളാഴ്ച കുട്ടിയെ സ്കൂളിലയക്കും, അവിടെ വന്ന് കൂട്ടണം എന്ന് കലാധരൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ ശത്രുതാപരമായി ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതിരിക്കുന്ന അവസ്ഥയൊന്നുമല്ല. അവർ തമ്മിൽ ഫോണിലൂടെ മെസ്സേജുകൾ അയക്കുകയും കുട്ടികളുടെ കാര്യങ്ങൾ സംസാരിക്കുകയും കുട്ടികളെ കാണാൻ അനുവദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അന്നേ ദിവസം രാവിലെ വളരെ ആസൂത്രിതമായി കുട്ടിയുടെ ആധാർ എടുക്കാനെന്നോ അതേപോലെ എന്തോ തെറ്റിദ്ധരിപ്പിച്ച് കുട്ടിയെ കൂട്ടിപ്പോവുകയാണ്. കുട്ടിയെ കൂട്ടിപ്പോകുന്നു. വൈകുന്നേരം സ്കൂളിൽ നിന്ന് കുട്ടിയെ മകളെ കൂട്ടാൻ പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ മകളന്ന് സ്കൂളിൽ എത്തിയില്ല എന്ന് അവളുടെ ആ സ്കൂളിലേക്ക് വിളിച്ചറിയുന്നു. അതിനുശേഷം ഈ കലാധരനെ ഫോൺ ചെയ്യുന്നു. അയാളുടെ ഫോൺ സ്വിച്ച് ഓഫാണ്. ആ സമയം നമ്മളെ ഈ കേൾക്കുന്നത് പോലെ അവൾ പോലീസിനെ, കുട്ടിയെ വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് പോലീസിനെ അറിയിച്ചു. പോലീസ് പോയിട്ട് ഇയാളെ മാനസികമായി പീഡിപ്പിച്ചു, അതുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വേറെ ചില വസ്തുതകളുണ്ട്. അവൾ പോലീസിലേക്കല്ല പോയത്. അവൾ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്കുമല്ല അവൾ ഓടിപ്പോയത്, മാങ്ങാട് റൂറൽ SP ഓഫീസിലേക്കാണ് അവൾ പോയത്. അവിടെ പോയി അവൾ പറയുകയാണ്, രാവിലെ മകനെ കൊണ്ടുപോയി
മകളെ സ്കൂളിൽ അയച്ചിട്ട് അവിടെ എത്തിയില്ല എന്നറിയുന്നു. അങ്ങനെ പോലീസ് പയ്യന്നൂർ പോലീസിലേക്ക് വിവരം അറിയിക്കുകയോ അവിടെ നിന്ന് പിങ്ക് പോലീസ് വീട്ടിൽ പോയി അന്വേഷിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വസ്തുതകളൊക്കെ അന്വേഷിച്ച് അറിയേണ്ടത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളാണ്. അവരാ ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കാതെ പോലീസിനോടോ അല്ലെങ്കിൽ അവളുടെ കേസ് എന്താണ് എന്ന് അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാതാണ് ഈ വ്യാജ കഥകൾ അവരും പടച്ചുവിട്ടത്. അതിനുശേഷമാണ് മരണവാർത്ത വരുന്നതും ഒക്കെ. അതിനിടയിൽ പല ഈ പോലീസ് പോയിട്ട് നിരന്തരം പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഈ കുട്ടിയുടെ അച്ഛനെ, അതൊക്കെ എത്രമാത്രം സത്യമുണ്ട് എന്ന് അന്വേഷിക്കാതെയാണ് ഇത്തരം കഥകൾ എഴുതുന്നത്. അയാൾക്കറിയാമായിരുന്നു ഈ പോക്സോ കേസിൽ തൻ്റെ അച്ഛൻ വിചാരണ നേരിടേണ്ടി വരുമെന്ന്. തൻ്റെ മക്കളെ സ്നേഹിച്ചിരുന്ന ഒരച്ഛൻ തൻ്റെ മക്കളെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് വിചാരിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. കുടുംബ കോടതിയിൽ നിന്ന് അത്തരമൊരു വിധി വന്നിട്ടുണ്ടെങ്കിൽ അതിന് മേൽക്കോടതിയിൽ പോകാം, ആ വിധി മാറ്റാം. അവർ ഒരുപക്ഷെ ഒന്നിച്ച് വേറെ താമസിക്കാൻ തയ്യാറായാൽ കുട്ടിക്കും അവരോടൊപ്പം താമസിക്കാം. കാരണം ഗാർഹിക പീഡന പരാതി നിലവിലില്ല. അപ്പം ഈ സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഈ പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും നിരന്തരമായി ഇവളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി കുട്ടികളെ അമ്മയ്ക്കൊപ്പം പോകുവാൻ വേണ്ടി വിധി പറഞ്ഞിട്ടും കുട്ടികൾക്ക് അമ്മയ്ക്കൊപ്പം നിൽക്കുവാൻ താല്പര്യമില്ലായിരുന്നു. അവർക്ക് അച്ഛനോടൊപ്പം അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുവാനായിരുന്നു ഇഷ്ടം. കുട്ടികൾ എന്തിനാണ് അച്ഛൻ്റെ കൂടെ പോകണം എന്ന് ശാഠ്യം പിടിച്ചത്? അത് ചില കുട്ടികൾക്ക് അച്ഛനോടാകും താല്പര്യം, അതുകൊണ്ടാവും അങ്ങനെ കുട്ടികൾ തീരുമാനമെടുക്കുവാൻ കാര്യം എന്നാണ് ഇവർ പറയുന്നത്. കലാധരൻ സ്വന്തം ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കലാധരൻ മാത്രമല്ല, കലാധരന്റെ അച്ഛനും അമ്മയും ഒക്കെ ഈ നയൻതാര എന്ന പെൺകുട്ടിയെ ക്രൂരമായി ആക്രമിക്കുമായിരുന്നു. അവർ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ ഈ അമ്മ കിടന്ന് നിലവിളിക്കുന്ന നിലവിളികളൊക്കെ ഈ കുരുന്നു മക്കൾ പലപ്പോഴും കണ്ടിട്ടില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ അമ്മയ്ക്കൊപ്പമല്ലേ നിൽക്കേണ്ടത്? അപ്പനെ അവർ വെറുക്കാനുള്ള സാധ്യതയല്ലേ കൂടുതലുള്ളത്? പക്ഷെ ഈ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് അമ്മയോട് താല്പര്യമില്ലായിരുന്നു. അച്ഛനോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടുമായിരുന്നു ഇഷ്ടം. അവരുടെ കൂടെ താമസിക്കുവാനായിരുന്നു അവർക്ക് ഏറ്റവും അധികം ആഗ്രഹം. എന്തായാലും ഇപ്പോൾ സംസാര മധ്യത്തിൽ നയൻതാര തന്നെ ഈ കാര്യം സമ്മതിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അച്ഛനോടായിരുന്നു കൂടുതൽ താല്പര്യം എന്ന് ഇവർ ഏറ്റു പറയുന്നുണ്ട്. അതിനുള്ളിൽ തന്നെ എന്തൊക്കെയോ സംശയിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ലേ? മാത്രവുമല്ല, അയൽവാസികൾ പലരും ആരോപിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് അവരോട് ഭയമായിരുന്നു, അവരോട് അടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അച്ഛനോടുള്ള വിരോധം അവർ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടാണ് തീർത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു കുട്ടികൾക്ക് അവരോട് താല്പര്യം ഉണ്ടാകാതെ വന്നത് എന്നും കേൾക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, അവൾക്കും നഷ്ടപ്പെട്ടത് തൻ്റെ 2 പിഞ്ചു മക്കളെയാണ്. ആ മക്കളോട് സ്നേഹമില്ലെങ്കിൽ അല്ലെങ്കിൽ ആ മക്കളെ വളർത്താൻ താല്പര്യമില്ലെങ്കിൽ അവളെന്തിന് കുടുംബ കോടതിയിൽ പോയി കുട്ടികളെ കിട്ടാൻ ആവശ്യപ്പെടണം? അവൾ ഭക്ഷണം കൊടുത്തില്ല, വസ്ത്രം കൊടുത്തില്ല എന്നൊക്കെ പറയുന്ന എന്തർത്ഥത്തിലാണ്? ചില സമയം ഇത്തരം കേസുകളിൽ കുട്ടികളുടെ ചെലവിന് അയാളൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ സ്ത്രീകൾ പറയും, ഭക്ഷണമൊന്നും കൊടുത്തില്ല, കൊടുക്കാൻ നിങ്ങൾ തന്നോ എന്ന് ചോദിക്കും. ഇനി അതല്ല, അവളുടെ ജീവിത സാഹചര്യത്തിൽ, അവളുടെ കുടുംബത്തിൻ്റെ സാഹചര്യത്തിൽ ഈ പറയുന്ന കലാധരൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് പോലെ അവിടെ ഒരു പാചകക്കാരൻ എന്നുള്ള നിലയിൽ പലതരം ഭക്ഷണങ്ങൾ, വിഭവസമൃദ്ധമായ വ്യത്യസ്തമായ ഭക്ഷണങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമായിരിക്കും. ആ രീതിയിൽ ഭക്ഷണങ്ങൾ കൊടുക്കാനുണ്ടാവില്ലായിരിക്കാം. അല്ലെങ്കിൽ വസ്ത്രം, ആവശ്യത്തിന് വസ്ത്രവും അവൾ സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് വേണ്ടതൊക്കെ കൊടുത്താലും ഒരു പക്ഷേ അയാൾ കൊടുക്കുന്നത് പോലെ കൊടുക്കാനുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ ആ വീട്ടിൽ ഭക്ഷണമില്ല, അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്, കുട്ടിക്ക് വസ്ത്രം ഉണ്ടായിട്ടില്ല, കുട്ടി വളരെ കഷ്ടപ്പാടിലാണ് ജീവിച്ചത് എന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ഇതൊക്കെ കേട്ടിരിക്കുന്ന ഒരമ്മ, നെഞ്ചു നീറി ഉമിത്തി പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരമ്മ തൻ്റെ സത്യം ആരോട് പറയും അറിയാതെ വിങ്ങുന്ന ഒരമ്മ ഹൃദയവും അവിടെയുണ്ട്. നിയമത്തിൻ്റെ മുന്നിൽ അവളുടെ ശരികൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്.
കലാധരന്റെ വീട്ടിൽ ആവശ്യത്തിലധികം ഭക്ഷണം ഉണ്ടായിരുന്നു. കാരണം താൻ ഒരു കാറ്ററിംഗ് നടത്തുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവിടെ നിൽക്കുവാനായിരുന്നു കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത്. പിണങ്ങി മാറി നിൽക്കുന്ന അമ്മയ്ക്കൊപ്പം പോയി നിൽക്കുമ്പോൾ കുശാലായിട്ട് ഭക്ഷണം കിട്ടില്ല. അവിടെ പരിമിതികൾ പലതുമുണ്ട്, പ്രാരാബ്ദങ്ങളുണ്ട്. അതുകൊണ്ടായിരുന്നു കുട്ടികൾ അച്ഛനെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു പരോക്ഷമായ ശ്രമം കൂടി ഈ സംസാരത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതുമാത്രവുമല്ല, സംഭവിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിയുന്നൊരു വ്യക്തി സംസാരിക്കുന്നത് പോലെ തന്നെ സ്ഥാപിച്ചാണ് ഇദ്ദേഹം സംസാരിക്കാൻ ഇവിടെ ശ്രമിക്കുന്നത്. പൂർണ്ണമായിട്ടും നയൻതാര നിരപരാധിയാണ് എന്ന് ഉറപ്പിച്ച മട്ടിലാണ് കാര്യങ്ങളൊക്കെ താൻ പറഞ്ഞു വെക്കുന്നത്. നയൻതാരയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതിൽ കുഴപ്പമൊന്നും തന്നെയില്ല. സംശയത്തിന്റെ ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നയൻതാരയ്ക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുക്കുന്ന ഒരു വക്കീല് സംസാരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സഹോദരി ഇവിടെ സംസാരിക്കുന്നത്. കലാധരന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ സംസാരിക്കുന്നു, അവർ നയൻതാരയെ തള്ളിപ്പറയുന്നു. ഇതേ രീതിയിൽ തന്നെ ഇവർ നയൻതാരയുടെ വാക്കുകൾ കേട്ടിട്ട് തിരികെ കലാധരനെയും കുടുംബത്തെയും കുറ്റക്കാരാക്കി നിർത്തുന്നു, പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തുന്നു. ഇതിനപ്പുറം നിഷ്പക്ഷമായ ഒരു സംസാര രീതിയായിട്ട് നമുക്കിതിനെ പരിഗണിക്കാൻ പറ്റില്ല. ഇവിടെ കേസ് കോടതിയിലെത്തിയിട്ടില്ല, വിചാരണ തുടങ്ങിയിട്ടില്ല. പോലീസാണ് കാര്യങ്ങൾ കണ്ടെത്തേണ്ടത്, അത് കോടതിയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അതിനൊക്കെ മുൻപേ ഇവിടെ നയൻതാര 100% പ്യുവറാണ്, പെർഫെക്റ്റ് ആണ് എന്നൊക്കെ ഇവരെങ്ങനെയാണ് ഈ വിധി പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവൾ നിയമപരമായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ കേസിൽ കുറ്റപത്രം നൽകപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നടക്കും. അല്ലാതെ അവൾ വ്യാജ പരാതി കൊടുത്തു, അയാളെ മാനസികമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഒരു അച്ഛൻ തൻ്റെ മക്കളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരച്ഛന് വളരെ പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി തൻ്റെ മക്കൾക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ കഴിയുമോ? ഇനി മറ്റൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തിനാണ് കലാധരൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തത്? അവിടെയാണ് പോക്സോ കേസിലെ കുറ്റപത്രവും ഒക്കെ ഒരുപക്ഷെ അവർക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരിക്കാം. എന്തായാലും എന്തുകൊണ്ട് എന്ന് പറയാൻ അവരിന്ന് ജീവിച്ചിരിപ്പില്ല. എങ്കിൽ പോലും സാഹചര്യ തെളിവുകളും മറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ കണ്ടെത്താൻ കഴിയുമായിരിക്കും, ഒരുപക്ഷെ അത് കണ്ടെത്താൻ കഴിഞ്ഞെന്നും വരില്ല. കലാധരന്റെ അമ്മ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ശരിക്കും നിങ്ങൾക്ക് തന്നെ മറുപടി കണ്ടെത്താൻ കഴിയുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി സാഹചര്യ തെളിവുകളെയോ സാക്ഷികളെയോ ഒന്നും അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. മുൻപ് പ്രസ്താവിച്ച ഓരോ കാര്യങ്ങൾക്കുള്ളിലും നിങ്ങളൊരു വിധി പറഞ്ഞു വെക്കുന്നുണ്ട്. അത് നയൻതാരയാണ് ശരി എന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ കലാധരന്റെ അമ്മ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളതും നിങ്ങൾക്ക് തന്നെ അറിയാം. ഇത്രയും പറഞ്ഞിട്ട് അതുമാത്രം എന്തിനാണ് പറയാതെ നിർത്തുന്നത്? തൻ്റെ മകന്റെ പിഞ്ചു കുഞ്ഞിനെ തൻ്റെ ഭർത്താവ്, അതും 10-70 വയസ്സ് പ്രായമുള്ള വൃദ്ധനായൊരു മനുഷ്യൻ, അയാൾ പീഡിപ്പിച്ചു എന്നുള്ള ബോധ്യം അവരെ തകർത്ത് കളഞ്ഞു. അവിടെ വെച്ച് അവർ ആത്മഹത്യ ചെയ്യുവാൻ തയ്യാറായി. ഇതങ്ങ് സ്ഥാപിച്ചുകൂടെ? ദയവ് ഇത് സ്വയം കോടതിയായി മാറാൻ ശ്രമിക്കരുത്. ഈ പ്രഖ്യാപനങ്ങളൊക്കെ കോടതിയാണ് കണ്ടെത്തുകയും നടത്തുകയും ചെയ്യേണ്ടത്. അത് കോടതിക്ക് വിട്ടുകൊടുക്കുന്നതല്ലേ ശരി? ഈ വിഷയത്തിൽ നമ്മൾ കാണാത്ത പല വസ്തുതകളെയും പരിശോധിച്ച് അവസാനം ഒരു തീർപ്പിലേക്ക് എത്തുവാൻ കോടതിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ആ കോടതിയായിട്ട് നമ്മൾ മാറിയാൽ അത് പ്രശ്നമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന ഈ വിചാരണ ഒരു സ്ത്രീയെ എത്രമാത്രം മാനസികമായി തകർത്ത് കളയും എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന ഈ അക്രമം നിയമവിരുദ്ധമാണ്. ഒരു സ്ത്രീയെ വസ്തുതാവിരുദ്ധമായി ആക്ഷേപിക്കുന്നതും അവരെ അവഹേളിക്കുന്നതും അവരെ കുറ്റക്കാരിയാക്കുന്നതും ഒക്കെ നിയമവിരുദ്ധമാണ്. നിയമപരമായി തന്നെ ഒരുപക്ഷെ അതിനെയും നേരിടേണ്ടി വരും. ദയവ് ചെയ്ത് ഒരു സ്ത്രീയെ ഈ രീതിയിൽ ക്രൂരമായി അപമാനിക്കുകയും വീണ്ടും വീണ്ടും മാനസികമായി തകർത്ത് കളയുകയും ചെയ്യരുത്. ബന്ധുക്കളും സ്വന്തക്കാരും സുഹൃത്തുക്കളും ഒക്കെ രണ്ട് പക്ഷം പിടിച്ചുകൊണ്ട് അവൾക്ക് അനുകൂലമായി പ്രതികരിക്കുന്നവരെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ ശരികൾക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് ന്യായീകരിക്കുമ്പോൾ ഇപ്പുറം മറ്റൊരു ശരിയുമായി നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് എന്നതുകൂടി ഓർക്കുക. ഇത് വളരെ വാസ്തവമാണ്. സോഷ്യൽ മീഡിയയിൽ കൂടി വസ്തുതകൾ കൃത്യമായി മനസ്സിലാകാതെ ആ സ്ത്രീയെ നിരന്തരമായ ആൾക്കാർ വേട്ടയാടുന്നു എന്ന് പറയുന്നത് തെറ്റായ കാര്യം തന്നെയാണ്. പിന്നെ പൊതുജനം പല വിധമാണ്, അതിനെ നിയന്ത്രിക്കുവാനൊന്നും നമുക്ക് ആർക്കും കഴിയില്ല. അതുകൊണ്ട് തൽക്കാലം ഇതിനെ നേരിടുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല.
ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ബോധവൽക്കരിക്കാൻ ശ്രമിക്കുക. വസ്തുതകൾ എന്താണ് എന്നുള്ളതും ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്, പുറം ലോകം അറിയാത്ത എന്തെങ്കിലുമൊക്കെ ഈ വിഷയത്തിൽ ദുരൂഹമായി കിടക്കുന്നുണ്ടോ, ഇതൊന്നും മനസ്സിലാക്കാതെ പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ വേട്ടയാടി ഇല്ലാതെയാക്കുക എന്നുള്ള പ്രവണത അത് ഒട്ടും ശരിയല്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ധാരാളമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രണ്ടു ഭാഗവും തോറ്റുപോയ ഒരു കേസാണിത്. അതുകൊണ്ട് സത്യം കോടതി പുറത്തു കൊണ്ടുവരട്ടെ. എന്തായാലും കലാധരന്റെ അച്ഛന് ചില കാര്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനുണ്ട്, അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. എവിടെയും നീതി കിട്ടൂല വന്നപ്പോ അവൻ അവന്റെ കുട്ടികളെ ഇങ്ങനെ ദ്രോഹിക്കാൻ മറ്റൊരാൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല ചെയ്യേണ്ടി വന്നതാണ്. നിസ്സഹായമായ മനുഷ്യൻ ചെയ്യേണ്ടി വന്നതാണ് എന്റെ മകൻ ചെയ്തത്. അതിന് ഞാൻ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇവരുടെ കല്യാണം മുതൽ ഇങ്ങോട്ട് എല്ലാ സംഭവങ്ങളും അറിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ, അവന്റെ അച്ഛൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇത് കൊന്നത് ഈ കൃത്യം ചെയ്തവനാണെങ്കിലും ഇത് ചെയ്യിച്ച കുറെ ആൾക്കാരുണ്ട്, അവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച കുറെ ആൾക്കാരുണ്ട്. അവളെ ഇതിനെല്ലാം ഇത് ചെയ്യാൻ അവൾ കാരണക്കാരെ അവൻ പ്രേരിപ്പിച്ച കുറെ ആൾക്കാരുണ്ട്. പേരെടുത്ത് തന്നെ ഞാൻ പറയാം. അന്നൂരിലുള്ള KM വേണു, PM ബാലൻ, പിന്നെ ഒരു ഹരീഷ്, രാമങ്കലിക്കാരനായ ഒരു ഹരീഷ് എന്ന് പറയും. ഇവരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അവളുടെ മനം മാറിയിട്ട് കുട്ടിയെ വിട്ടുകൊടുത്തപ്പോഴും ഉടനെ വിളിച്ചു പറഞ്ഞ് കുട്ടിയെ കൊടുക്കാൻ പാടില്ല എന്ന് പ്രേരിപ്പിച്ചത് 2022 മുതൽ ഒരു കേസ് കൊടുത്തതിന് പിന്നിൽ അവരാണ് അതിന്റെ പിന്നിൽ. തുടർന്ന് ഇങ്ങോട്ട് നടന്ന സംഭവങ്ങൾ വളരെ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്താണ്. 2022 ഇവക്കെന്തോ പ്രശ്നമുണ്ടെന്നവർക്ക് ഞങ്ങൾ ഇവിടെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാന്നുള്ള നിലയിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോഴും ഇവരെ വീട്ടിൽ വിളിച്ചു പറയുന്നു, വീട്ടിൽ നിന്ന് ഇവരുടെ അമ്മയടക്കം വന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോയി. കാരണം എവിടെയൊക്കെ പോകാൻ പറ്റുമോ, വേണ്ട കുട്ടികളെ രക്ഷിക്കാൻ എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ ചെന്നിട്ട് അവന് വീട്ടില്ല. പിന്നെ ഒരു സാധാരണക്കാരൻ എന്താ ചെയ്യും? വലിയ കോടീശ്വരന്മാരൊക്കെ കാശ് കൊടുത്തിട്ടൊക്കെ സ്വാധീനിച്ച് ആക്കും. ഇതിനൊക്കെ ഇതാണ് ഇവിടെ സംഭവിച്ചത്. അതിനൊക്കെ കാരണം ഇവള് കുട്ടിയെ വിട്ട് കന്നിട്ട് പോലും വീണ്ടും അവരെ വിളിച്ച് ഈ പറയുന്ന ഈ നാട് നന്നാക്കാൻ നടക്കുന്നവര് അവരൊക്കെ വീടിന്റെ സ്ഥിതി എന്താണെന്ന് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കണം. വീട്ടിലെ സ്ഥിതി, വീട്ടില് ഈ കുട്ടികളെ മുഴുവൻ ഒരാൾക്ക് 2 കുട്ടികൾ, അവർ 2 ഡൈവേഴ്സ് വീട്ടിലിരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ നാട് നന്നാക്കാനാണെങ്കിൽ ഈ ബുദ്ധിയില്ലാത്ത ഈ ഇവളെ പറഞ്ഞുകൊണ്ടല്ലേ വേണ്ടത്. അതിന് പകരം ഇവര് ചെയ്തതെന്താണ്? അത് മാത്രം ഇവിടെ വല്യമ്മ, എന്റെ പോക്സോ കേസ് കൊടുക്കാൻ ഇതിന് പിന്നെ ആദ്യം നിന്നത് ഇവിടെ വല്യമ്മ ബൃന്ദ, ഇവരുടെ ചെറിയമ്മ ധന്യ, ഇവരൊക്കെയാണ്. പക്ഷെ എനിക്ക് കോടതി ജാമ്യം അനുവദിച്ചപ്പോ ഇവരൊക്കെ പുറകോട്ട് മാറി. അറിയാം ഈ തിരിഞ്ഞു കുത്തു എന്ന് അവർക്ക് മനസ്സിലായി. അവരൊക്കെ പുറകോട്ട് മാറി. ഒരു കുട്ടി, ഒരു ബുദ്ധിയില്ലാത്ത ഒരു കുട്ടി, അവളെന്തെങ്കിലും കാണിക്കുന്നതിനാൽ പറഞ്ഞു നന്നാക്കാനുള്ള പകരം ഇവര് ചെയ്തത് എന്താണ്? അവളുടെ സ്വയം മനസ്സാലെ അവൾ ഇതിന് കുട്ടിയെ കൊടുക്കുകയാണ്. തിരിച്ചുണ്ടാക്കുമ്പോൾ അവള് ഒരു ഇതിന് വരണ്ട. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പൊ അത് അവളല്ല, അവളെ ഇഷ്ടത്തിനനുസരിച്ചല്ല അവളെ പറയുന്നതെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികം അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ കുട്ടിയെ വിട്ടു വരുന്നു, വൈകുന്നേരം ആ ചെറുതിനെ അവിടെ കൊണ്ടാക്കാൻ പോയപ്പോഴാണ് ഇനി കുട്ടി വിട്ടു വരില്ല എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? മറ്റൊരാള് പ്രേരണയില്ലാതെ അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു ദിവസം രാവിലെ എടുത്തൊരു തീരുമാനം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മാറ്റുന്നു. ഈ മനുഷ്യനാണ് ആ കുരുന്നു പെൺകുഞ്ഞിനെ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്നത്. അതൊക്കെ കോടതി കണ്ടെത്തട്ടെ എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ കേസിന്റെ പിന്നിൽ വളരെ പ്രബലരായ ചില ആൾക്കാർ നിലകൊള്ളുന്നുണ്ട് എന്ന് അയാൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്, അവരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. മുൻപേ സംസാരിച്ച ആ സ്ത്രീ പറഞ്ഞത് ഇത് ഒരൊറ്റയാൾ പോരാട്ടമാണ്, അവളുടെ പിൻപിൽ ആരുമില്ല, അവൾക്ക് വേണ്ടി ആരും സംസാരിക്കുവാനില്ല, അവളെ എല്ലാവരും ആക്രമിക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു, അവൾക്ക് നിയമം മാത്രമേ കൂട്ടായിട്ടുള്ളൂ എന്ന്.
എന്നാൽ ഈ അച്ഛൻ സംസാരിക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് ഇവരൊക്കെ ഇവിടുത്തെ വില്ലന്മാരാണെന്ന്. അങ്ങനെ പേരെടുത്ത് സംസാരിക്കുമ്പോൾ ഇത് വെറും ഒരു ആരോപണമാവില്ല, നാം അറിയാത്ത ഒത്തിരി കഥകൾ ഇതിനകത്ത് കെട്ടുപിടഞ്ഞ് കിടപ്പുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കാം. ഈ വിഷയത്തെ വഷളാക്കി തീർക്കുവാൻ ഇതിൻ്റെ ഉള്ളിൽ ഇടപെട്ട ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അദ്ദേഹം ആരോപിക്കുന്ന വ്യക്തികൾ അവർ നിയമത്തിൻ്റെ മുൻപിൽ എത്തിയേ പറ്റൂ. അങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ ഒരു പര്യവസാനം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എങ്കിലും മുൻപേ സൂചിപ്പിച്ചതുപോലെ ഇരു കൂട്ടരും തോറ്റുപോയ ഒരു യുദ്ധമാണ്. അവിടെ വീണ്ടും ഇനി ഒരു യുദ്ധം കൂടി നടത്തി ആരെ തോൽപ്പിക്കാനാണ്, ആർക്കാണ് ജയിക്കുവാൻ കഴിയുക? എന്തായാലും ഈ വൃദ്ധനായ മനുഷ്യൻ ചെയ്തിരിക്കുന്ന ഈ വീഡിയോയുടെ കീഴിൽ ആരോ ഒരാൾ വന്ന് എഴുതിയിരിക്കുന്ന ഒരു കമൻ്റ് ഉണ്ട്, അതുകൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ബട്ടർഫ്ലൈ എന്നുള്ള ഒരു ഐഡിയിൽ നിന്നാണ് ഈ കമൻറ്റ് വന്നിരിക്കുന്നത്. മരണപ്പെട്ട കലാധരൻ്റെ അച്ഛന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്, ഇയാളാണ് എല്ലാത്തിനും കാരണം. ഞാൻ ഇവരുടെ നാട്ടുകാരനാണ്. 2018 ഡിസംബർ ആണ് കലാധരൻ നയൻതാരയെ വിവാഹം കഴിക്കുന്നത്. കലാധരൻ്റെ അച്ഛനും നയൻതാരയുടെ അച്ഛനും ഒരുമിച്ച് മദ്യപിക്കാറുണ്ടായിരുന്നു. അവിടെ നിന്നുമാണ് ഈ ആലോചന തുടങ്ങിയത്. ഈ പെൺകുട്ടി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുവാൻ എക്സാം ബാക്കി നിൽക്കുകയായിരുന്നു ഇവരുടെ കല്യാണം. ഏകദേശം 10 വയസ്സ് വ്യത്യാസവും ഇവർ തമ്മിലുണ്ട്. കല്യാണം കഴിഞ്ഞതു മുതൽ ഈ പെൺകുട്ടിയെ അവരുടെ വീട്ടിലിട്ട് പീഡിപ്പിക്കുമായിരുന്നു. തുടർന്ന് പഠിക്കാൻ വിട്ടിട്ടില്ല. 2019 ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. കുഞ്ഞിന് പാല് കൊടുക്കുവാൻ പോലും അമ്മായിയമ്മയുടെ അനുവാദം വേണമായിരുന്നു. ആ കുട്ടി ആരോടും മിണ്ടാൻ പാടില്ല, മിണ്ടിയാൽ അപ്പോൾ അടിയായിരുന്നു. ആ കുട്ടിയെ അടിക്കാൻ ഒരു വടി തന്നെ അവിടെയുണ്ട്. സാധാരണ ഭർത്താവ് ഭാര്യ അടിക്കുമ്പോൾ അടിക്കല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ലേ വേണ്ടത്. ഇവര് കൊടുക്കട അവൾക്ക് എന്ന് പറഞ്ഞ് കലാധരനെ കൊണ്ട് ഈ കുട്ടിയെ അടിപ്പിക്കും. അടുത്തടുത്ത് അവരുടെ കുടുംബക്കാരും ബന്ധുക്കളുമാണ്. അവർ ഈ കുട്ടിയെ വളഞ്ഞുകൂടി ആക്രമിക്കും. ആ കുട്ടി അവിടെ നിന്ന് ഒരുപാട് അനുഭവിച്ചു. രണ്ടാമത്തെ കുട്ടിയെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ കാണാൻ പോലും സമ്മതിച്ചില്ല. രണ്ടാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞു 1.5 വയസ്സാകുമ്പോൾ 2 കുട്ടികളെയും എടുത്ത് നയൻതാര അവിടെ നിന്ന് പോയി. അപ്പോഴാണ് ഈ കുട്ടിയുടെ വീട്ടുകാർ ആ കുഞ്ഞിനെ കാണുന്നത് തന്നെ. 4 ചുവരിൻ്റെ ഉള്ളിലിട്ട് അവളുടെ ജീവിതം ഇവർ തകർത്തതാണ്. 2 കുട്ടികളെയും പ്രസവിച്ചു എന്നല്ലാതെ അമ്മ എന്ന ഒരവകാശവും ഇവർ അവൾക്ക് കൊടുത്തിട്ടില്ല. കുട്ടികളെ അച്ചാച്ചൻ്റെയും അമ്മയുടെയും അടുത്ത് കിടത്തും. അമ്മയ്ക്കും അച്ഛനും ഒരധികാരവുമില്ല. അത് ചോദിച്ചാൽ ആ പെണ്ണിനെ അവർ അടിക്കും. ആ കുട്ടിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അതിന് മാനസികമാണെന്ന് പറഞ്ഞുണ്ടാക്കി രക്ഷപ്പെടുവാൻ നോക്കുന്നതാണ്. ഇവരച്ഛനും അമ്മയും കാരണമാണ് എല്ലാം സംഭവിച്ചത്. കർമ്മ എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഇവർ അനുഭവിക്കും. ഒരു പെണ്ണിൻ്റെ കണ്ണീർ വീണ മണ്ണിലാണ് ഇയാൾ ജീവിക്കുന്നത്. ഇനിയും ഒരുപാട് പറയുവാനുണ്ട്. ആ പെൺകുട്ടിക്ക് എന്നെങ്കിലും നീതി കിട്ടും എന്ന് കരുതുന്നു. ആരാണ് ഈ കമൻറ്റ് എഴുതിയിരിക്കുന്നത് എന്നറിയില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കമൻറ്റ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമല്ല. എന്തായാലും ഇതെല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. നിരപരാധിയാണ് ആ സ്ത്രീയെങ്കിൽ ഒരിക്കലും അവർ ശിക്ഷിക്കപ്പെടുവാൻ പാടില്ല. മറിച്ച് ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം അവൾ കുറ്റക്കാരിയാണെങ്കിൽ തക്കതായ ശിക്ഷ അവർക്ക് ലഭ്യമാവുകയും വേണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കണ്ട. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.